പ്രിയമുള്ള വിദ്യാർത്ഥികളെ, മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം കുതുകമോടെ ആലപിച്ചാലും ജീവിത അനശ്വര ഗാനം അല്ലേ? ഞാൻ പലതവണ പറഞ്ഞതാണ്. ഇതിൽ സമനില തെറ്റിയ മുഹമ്മദ് അലിക്കയുടെ കഥ നമ്മളാദ്യം മനസ്സിലാക്കി. ഇനി സാധാരണയായി എല്ലാ മനുഷ്യരുടെയും കഥകളാണ് സാഹിത്യകാരന്മാർ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിലൊന്നായിരുന്നു ദൈവത്തിൻ്റെ കണ്ണ് എന്ന NP മുഹമ്മദിൻ്റെ നോവൽ. എന്നാൽ ഇവിടെ MN വിജയൻ എന്ന ഒരു മഹാ എഴുത്തുകാരൻ നമ്മോട് പറയുന്നത് എങ്ങനെ ജീവിക്കണം എന്നാണ്. നമ്മൾ പെട്ടെന്നുള്ള ആഘാതങ്ങൾ, അതേപോലെ തന്നെ മനുഷ്യനെ വിചാരിച്ചത് പോലെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, ആഗ്രഹിച്ചത് കിട്ടാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ മനുഷ്യൻ നിരാശനാവും. ഇത് മനുഷ്യനെ പല അപകടങ്ങളിലേക്കും നയിക്കും. പലരും ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അയാളുടെ ഒരു നാശം കൊണ്ട് അയാൾക്കും അയാളുടെ കുടുംബത്തിനും മാത്രമേ നഷ്ടമുണ്ടാവുകയുള്ളൂ. പക്ഷെ ചിലർ ആഗ്രഹിച്ചത് നേടാൻ വേറെ ക്രൂരമായ പല പ്രവൃത്തികളും ചെയ്യും. ഇത് മനുഷ്യജീവിതത്തെ പലതരത്തിൽ ബാധിക്കും. ഇങ്ങനെയൊരു ലേഖനമാണ് MN വിജയൻ എന്ന നിരൂപകൻ നമ്മോട് പറയുന്നത്. ആദ്യമായി MN വിജയനെ പരിചയപ്പെടാം. ഈ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ ദിനം കഴിഞ്ഞുപോയി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ എന്നറിയില്ല. ഒരു പക്ഷേ പത്രത്തിലും സൺഡേ സപ്ലിമെൻറ്റിലും പത്രം വീട്ടിൽ വരുത്തുന്നവരാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ മിഞ്ഞാന്നാണെന്ന് തോന്നുന്നു, ഞാൻ അത്ര ഓർക്കുന്നില്ല. മിഞ്ഞാന്നോ അതിൻ്റെ മുമ്പത്തെ ദിവസം, ഏതായാലും 2-3 ദിവസമായിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനം കഴിഞ്ഞു പോയിട്ട്. സുകുമാർ അഴീക്കോടിന് ശേഷം മലയാളം കണ്ട ഏറ്റവും വലിയ നിരൂപകനായിരുന്നു MN വിജയൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികൾക്ക് എക്കാലത്തും പ്രസക്തിയുണ്ട്. അദ്ദേഹം പല അനശ്വര സാഹിത്യകാരന്മാരുടെയും കൃതികൾക്ക് വളരെ മനോഹരമായി തന്നെ നിരൂപണങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം, നിരൂപണ സാഹിത്യ ലോകത്തെ ഒരു മായാത്ത വെള്ളി നക്ഷത്രം തന്നെയാണ് MN വിജയൻ എന്ന മഹാവ്യക്തി. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. ഈ വലിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ, കോളേജ് തലത്തിലൊക്കെ പഠിക്കാൻ ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റേതായി ഉണ്ട്. ഈ വ്യക്തിയുടെ ഒരു ലേഖനമാണ് നമുക്ക് പഠിക്കാനുള്ളത്. MN വിജയൻ്റെ സമ്പൂർണ്ണ കൃതികളിൽ നിന്ന് എടുത്ത ഒരു ചെറിയ ഭാഗമാണെന്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ പറയുന്നത്, ഇതിൻ്റെ തലക്കെട്ട് ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക് എന്നാണ്. അപ്പോൾ ആർഭാടം എന്താന്ന് നമുക്കൊക്കെ അറിയാം അല്ലേ? ആർഭാടമായി ജീവിക്കുക, ലക്ഷറി ആയിട്ട് ജീവിക്കുക, ധൂർത്തടിച്ച് ജീവിക്കുക. ഒരു പക്ഷേ നമ്മൾ മലയാളികൾ ഈ ധൂർത്തടിച്ച് ജീവിക്കുക, ഇപ്പോൾ മലപ്പുറം ജില്ലക്കാരൊക്കെ അല്ലേ, ധൂർത്തടിച്ച് ജീവിക്കുന്നതിൽ വളരെ മുൻപന്തിയിലാണ്. ഈ കിട്ടുന്ന കാശ് കൊണ്ട് മുഴുവനും നമ്മൾ എന്തു ചെയ്യും? നല്ല
ആർഭാടമായി തന്നെ ജീവിക്കാൻ ശ്രമിക്കും. അതേസമയം നമ്മൾ തമിഴ്നാട്ടിലോ കർണാടകയിലോ ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, അവിടെ ഏത് കാശുകാരനും ചെറിയൊരു ജീവിതമാണ്. എന്നാൽ അവർ കൃഷിക്കും വ്യവസായത്തിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യും. അത്ര ആർഭാടമായി ജീവിക്കുന്ന ആളുകൾ വളരെ കുറവാണ് കേരളക്കാരെ അപേക്ഷിച്ച്. നമ്മളാണ് ആർഭാടമായി ജീവിക്കാൻ ഇനിയൊന്നും ചെയ്യാത്ത പണികൾ ഇല്ലാത്തത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, എന്താണ് ഇദ്ദേഹം പറയുന്ന ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക്. അപ്പോൾ ആർഭാടം എന്താണെന്ന് നിങ്ങൾക്കറിയാം, ലക്ഷറി ആയിട്ട് ജീവിക്കുക, അതിനെയാണെന്ത് ആർഭാടം. അപ്പോൾ ഇദ്ദേഹം ആദ്യം തന്നെ നമ്മളോട് പറയുന്നത്, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഓരോ മനുഷ്യൻ്റെയും ആവശ്യത്തിനുള്ളത് ഉണ്ട് അല്ലേ, ഗാന്ധിജി പറഞ്ഞ പോലെ. എന്നാൽ ഗാന്ധിജി പറയേണ്ട ആർത്തിക്കുള്ളത് ഇല്ല. അപ്പോൾ ആർത്തിയാണ് മനുഷ്യന്. അപ്പം നമുക്ക് കിട്ടുന്ന എല്ലാവർക്കും ഒരേപോലെ കിട്ടിക്കൊള്ളണമെന്നില്ല അല്ലേ. ദൈവം അങ്ങനെയാണ്, എല്ലാവർക്കും എല്ലതും ഒരേപോലെ തരില്ല. ഓക്സിജനൊക്കെ നമുക്ക് ഒരേപോലെ തന്നു, മഴ ഒരേപോലെ തരുന്നു, വെയിൽ ഒരേപോലെ തരുന്നു. പക്ഷെ വേറെ ചില ആളുകൾക്ക് കൊടുക്കും, ചില ആളുകൾക്കോ കൊടുക്കാതിരിക്കും. അപ്പം ഈ കൊടുക്കാതിരിക്കുന്നവൻ, ഒന്നുമില്ലാത്തവൻ, ഒരു പക്ഷേ അയാളുടെ ഉള്ളിൽ എന്തുണ്ടാവും, മറ്റുള്ളവനെ പോലെ എനിക്കും ആവണം എന്ന ചിന്ത ഉണ്ടാവും. ഈ ചിന്ത ഒരു പക്ഷേ പലതിലേക്കും നയിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത്, ആർഭാടമായി ജീവിക്കാനുള്ള ഒരാളുടെ ആഗ്രഹമാണ് അയാളെ 5-8 കൊലപാതകങ്ങളിലേക്ക് നയിച്ചത്. ഒരാൾ ആർഭാടമായി ജീവിക്കാൻ, നല്ല കാശ് കിട്ടാൻ 8 ആളുകളെ കൊന്നു. അതിൽ നിന്ന് അയാൾക്ക് എന്ത് കിട്ടി? കുറേ കാശ് കിട്ടി. ആ കാശ് കൊണ്ട് അയാൾ എന്ത് ചെയ്തു? ആർഭാടമായി ജീവിച്ചു. ഇങ്ങനെ ആർഭാടമായി ജീവിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ കുറ്റകൃത്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ കുറച്ചു കാലത്തായി മുഴങ്ങിക്കേൾക്കുന്ന ഒരു മുദ്രാവാക്യമാണ് എം.എൻ. വിജയൻ പറയുന്നത്, ബെഗ് ബോറോ സ്റ്റീൽ, യാചിക്കുക അല്ലേ, ചോദിച്ച് വാങ്ങുക, പിന്നെ സ്റ്റീൽ, മോഷ്ടിക്കുക. അപ്പം വലിയ മോഷണം. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് മോഷണ കഥകൾ കേൾക്കുമ്പോൾ അന്തം വിട്ടു പോകും അല്ലേ. ചില ആളുകൾ പഴയ കാലത്ത്, ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നത് കാരൂർ നീലകണ്ഠപിള്ളയുടെ പൊതിച്ചോറ് എന്നൊരു കഥയുണ്ട്. അതിൽ വലിയ ബ്രാഹ്മണ വീട്ടിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയുടെ, സവർണ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയുടെ ചോറ് പാത്രം മോഷ്ടിച്ച് കഴിക്കുകയാണ് ഒരു പ്രധാന അധ്യാപകൻ. കാരണം അധ്യാപകൻ ഇക്കാലത്ത് അധ്യാപകൻ അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ, വലിയ ശമ്പളമൊക്കെ വാങ്ങി സുഖമായിട്ട് ജീവിക്കുന്നൊരു വിഭാഗമാണ് അധ്യാപകർ ഇന്ന്. എന്നാൽ പഴയ കാലത്ത് അധ്യാപകന് 10 റുപ്യ 15 റുപ്യൊക്കെ ശമ്പളം കിട്ടിയിരുന്നുള്ളൂ. ആ ശമ്പളം എന്ത് ചെയ്യൂല, ഒന്നിനും തികയൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, വിശപ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് സ്വന്തം സ്കൂളിലെ കുട്ടി കൊണ്ടുവന്ന ചോറ് മോഷ്ടിച്ച് കഴിച്ചു അല്ലേ. ഇങ്ങനെയുള്ള മോഷണങ്ങളുണ്ട്. നമ്മുടെ വിശപ്പ് തീർക്കാൻ ഒരു നേരത്തെ ആഹാരത്തിന്, ഇപ്പോൾ നമുക്കറിയാം മധു അല്ലേ, ഒരു മധുവിനെ തല്ലിക്കൊന്ന കഥ അറിയാം. മധു എന്തോ കഴിക്കാൻ വേണ്ടി മോഷ്ടിച്ചതിനാണ് മധുവിനെ തല്ലിക്കൊന്നത്. അപ്പം ഇങ്ങനെ മോഷ്ടിക്കുന്ന ആളുകൾ. എന്നാൽ ചില മോഷണങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള മോഷണങ്ങളാണ് നമ്മൾ കേൾക്കാറുള്ളത്. ബാങ്കൊക്കെ സിനിമ സ്റ്റൈലിൽ ബാങ്ക് കുത്തിത്തുറന്നില്ല, ഇഷ്ടം പോലെ പണം, ATM കൗണ്ടർ കുത്തിത്തുറന്ന് പണം, ജ്വല്ലറികൾ മോഷ്ടിച്ച് പണം. ഇതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഇങ്ങനെ മോഷ്ടിച്ച് ആർഭാടമായി ജീവിക്കാനാണ്. ഇനി യാചിക്കുക അല്ലേ. നമ്മളിപ്പോൾ ഞാനും നാളെ പത്രത്തിൽ വായിച്ചു, ഞാൻ എപ്പോഴും ഇങ്ങനെ ഓരോ സംഭവങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോയെന്ന് അറിയില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. പത്രത്തിൽ വായിച്ച ഒരാൾ രാവിലെ ഒരു ഓട്ടോറിക്ഷയിൽ 2-3 ആളുകൾ ചേർന്ന്, 2 ചെറിയ ചെക്കന്മാർ ചേർന്ന് ഒരു ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി ഇരുത്തും. വൈകുന്നേരം അവരെന്ത് ചെയ്യും, ഇതേ ഓട്ടോയിൽ അയാൾ തിരിച്ചു കൊണ്ടുപോകും. പക്ഷെ ആരും ഇത് ശ്രദ്ധിക്കാറില്ല. ഓട്ടോ ഒന്ന് അയാൾ അവിടെ ഇറക്കി അയാൾ അവിടെ ഇരിക്കും, അയാൾക്ക് ഇഷ്ടം പോലെ പാശ് യാത്രക്കാരൊക്കെ കൊടുക്കും. വൈകുന്നേരം അയാൾ, പക്ഷേ ഇത് ശ്രദ്ധിച്ച ഒരു പോലീസുകാരൻ
അയാൾ പുതിയ ഡ്യൂട്ടി കിട്ടി വന്ന ആളാണ്, പുതിയ അപ്പോയിൻമെൻറ്റ് വന്ന ആളാണ്. അപ്പോൾ അയാൾ ആലോചിക്കണത് എന്താ ഇപ്പോൾ ഇത് സംഭവം, 2-3 ദിവസമായിട്ട് ഈ സംഭവം തന്നെ കാണുന്നുണ്ടല്ലോ, എന്തായിരിക്കും സംഭവം എന്ന് വിചാരിച്ച് ഇയാൾ ആ ഓട്ടോ വൈകുന്നേരം ഇയാൾ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഇയാൾ ആ ഓട്ടോൻ്റെ ബാക്കിൽ ഒരു ഓട്ടോ വിളിച്ച് പോയി നോക്കുകയാണ്. പോയി നോക്കുമ്പോഴെന്താ, വലിയ മനോഹരമായൊരു വീട്, നല്ല ഗേറ്റും എല്ലാ സൗകര്യങ്ങളുള്ള. അപ്പോൾ ഇയാളെ കൊണ്ടുവന്നാക്കി. അപ്പോൾ കൂടുതൽ അന്വേഷിച്ചു, അവിടെയുള്ള ആ വഴിയിലൊക്കെ ഉള്ള ആളുകളോട് ഇയാളെ ആരാണ് ഈ കൊണ്ടുവന്നാക്കണമെന്നൊക്കെ അന്വേഷിച്ചപ്പോൾ ഞെട്ടിപ്പിക്കുന്ന സത്യമാണ് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അയാളെ കൊണ്ടുവന്നാക്കുന്ന അയാളുടെ 2 മക്കളത്രേ. എന്തിന്? യാചിക്കാൻ. നല്ല സുഖമാണ്, ഇഷ്ടം പോലെ പൈസ ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ യാചന തന്നെയല്ലേ, ഇസ്ലാമിലൊന്നും യാചന ഇല്ല, യാചിക്കാനേ പാടില്ല എന്നാണ്. കടിയായാലും മൂടി കുടിക്കണം എന്നാണല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ കുറേ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ ഒരു ആശയം മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. ഒരു മനുഷ്യൻ ആർഭാടമായി ജീവിക്കാൻ 8 പേരെ കൊന്നു. ഇതിന്ന് കേരളത്തിലെ ഒരു നിലവിലുള്ള അവസ്ഥയാണ്. പോരാത്തതിന് ബെഗ്, ബോറോ, സ്റ്റീൽ എന്നത് ഇന്നത്തെ ഒരു മുദ്രാവാക്യമായി മാറിയിരിക്കുന്നു. എല്ലാ ആളുകളും ആർഭാടമായി ജീവിക്കാൻ. ഈ ആർഭാടമായി ജീവിക്കാൻ കഴിയാത്ത ആളുകൾ തങ്ങൾക്കും അതേപോലെ ജീവിക്കണമെന്ന മോഹം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനു വേണ്ടി പല കുതന്ത്രങ്ങളും ചെയ്യും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എൻജിനീയറിംഗ് വിദ്യാർത്ഥികളൊക്കെ അല്ലേ ചിലപ്പോൾ മയക്കുമരുന്നിന് പിടിച്ചു, 100 കിലോ കഞ്ചാവ് പിടിച്ചു, 4 കോടിയുടെ സ്വർണ്ണ ബിസ്ക്കറ്റ്. ഇതൊക്കെ മനുഷ്യനെന്തിനാ ചെയ്യണേ? ഇപ്പം നമ്മളെ സ്വപ്ന ഈടെയായി അല്ലേ, ഞങ്ങളൊക്കെ വാർത്തയിൽ കേട്ടിട്ടുണ്ടാവും. എന്തിനാ അതൊക്കെ? ആർഭാടമായി ജീവിക്കാനാണ്. അതിപ്പോൾ നമ്മളെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, അയാൾക്കൊക്കെ എത്ര ഒരു കാശ്, ഞാൻ എപ്പോഴും ആലോചിക്കണതാണ്, അയാൾക്ക് എത്ര ഒരു കാശ് ശമ്പളമായി കിട്ടുന്നുണ്ടാവും. അതിൻ്റെ മേലെ ഈ കോടികൾ ഉണ്ടാക്കാനാണ്. എന്തിനാ മനുഷ്യൻ ഇങ്ങനെ ചെയ്യണല്ലേ? നമ്മളെപ്പോലെ മനസ്സുള്ളവരായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ ചിന്തിക്കുക. അതുകൊണ്ടായിരിക്കും നമുക്കൊന്നുമില്ലാത്തത്. കാരണം നമ്മൾക്ക് കുതന്ത്രങ്ങൾ അറിയില്ല. ഈ എന്താണ്, എളുപ്പ വഴിയിലൂടെ പണം ഉണ്ടാക്കാൻ നമുക്കറിയില്ല. നേരെ മാത്രം നമ്മൾ ചിന്തിച്ചതുകൊണ്ട് നമുക്കെന്തില്ല, ഭൂമിയിലൊന്നുമില്ല. പക്ഷേ ചില ആളുകൾ, ഇപ്പോൾ ചിലരാണ് ഗൾഫിലേക്ക് അങ്ങോട്ട് പോകണു, ഇഷ്ടം പോലെ പൈസ ആയിട്ടുണ്ട് വരും. ചില ആളുകൾ 20-30 കൊല്ലം ഗൾഫിലായിരിക്കും. എന്നിട്ടും അവർ സ്വന്തമായി ഒരു വീട് പോലും ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. തിരിച്ചു വരുമ്പോൾ ഒരു കഷണ്ടി മാത്രം ബാക്കിയുണ്ടാവും അല്ലേ? ഗൾഫിലെ ചൂട് കൊണ്ട് മുടി പെട്ടെന്ന് പോകും തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗൾഫ് മിക്കവാറും ഈ ഗൾഫുകാർക്ക്, ഗൾഫ് ഒഴിവാക്കി പോകുന്ന ആളുകൾക്കൊക്കെ മിക്കവാറും എന്തുണ്ടാവും, ലാസ്റ്റ് വരുമ്പോൾ ഒരു കഷണ്ടി മാത്രം ബാക്കിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഓരോ മനുഷ്യനും എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞൊരു കാര്യം മനസ്സിലായല്ലോ, മനുഷ്യൻ ആർഭാടമായി ജീവിക്കാൻ വേണ്ടി പല തെറ്റുകളും ചെയ്യുന്നു. ഇനി ഇതിന് വേണ്ടത്, ആർഭാടമായി മനുഷ്യൻ ജീവിക്കാൻ ഓരോ മനുഷ്യനും ലാളിത്യത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ലാളിത്യം എന്ന് പറഞ്ഞാൽ എന്താ? ലളിതമായ ജീവിതം. ഏതായാലും ഭൂമിയിൽ വന്നു പെട്ടു, അങ്ങനെയൊക്കെയാണ് ജീവിച്ചു പോയാൽ പോരെ, എന്തിനാ വലിയ വലിയ കാര്യങ്ങളൊക്കെ? അപ്പോൾ ഞാൻ വീണ്ടും ഓർക്കുന്നത്, അമേരിക്കക്കാരനായ ഒരാൾ ഒരു ടൂറ് പോയി. നല്ല സുന്ദരമായൊരു സ്ഥലത്തേക്കാണ് ടൂറ് പോയത്. അപ്പോൾ ടൂറ് പോയപ്പോൾ അയാൾ അവിടുത്തെ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുകയാണ്. ഈ ഗ്രാമത്തിൽ മനോഹരമായൊരു കുളമുണ്ട്, പുഴ. ഈ പുഴയിലുണ്ട് ഒരാൾ മീൻ പിടിക്കണം. അപ്പോൾ അയാൾ 10 മീൻ പിടിച്ചിട്ട് നിർത്തിപ്പോയി. അപ്പോൾ ഇയാൾ ചോദിച്ചു, ഈ അമേരിക്കക്കാരൻ ചോദിക്കണത്, താങ്കൾ എന്താ ഇങ്ങനെ ഈ 10 മീൻ കൊണ്ട് തിരിച്ചു പോയത്? അപ്പോൾ ഇയാൾ മറുപടി പറയും, എനിക്കത്ര മതി, എനിക്ക് 10 മീനേ ആവശ്യമുള്ളൂ. അതെന്താ, ആ 10 മീൻ മാത്രം മതിയോ നിങ്ങൾക്ക്? ആ 10 മീൻ മതി. ഇത് കൊണ്ടുപോയി വിറ്റാൽ എൻ്റെ കുടുംബത്തിനൊരു ദിവസം കഴിയാനുള്ള കാശ് കിട്ടും, എനിക്കത് മതി. അപ്പോൾ ഇയാൾ പറഞ്ഞു കൊടുക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? നിങ്ങൾക്ക് എന്താവാം, ഒരു ദിവസം വൈകുന്നേരം വരെ. അപ്പോൾ അയാൾ 10 മിനിറ്റാണ് 10 മീനിനെ പിടിക്കാനെടുത്ത സമയം. ആകെ അയാൾ 24 മണിക്കൂറിൽ ജോലി ചെയ്യുന്നത് 10 മിനിറ്റാണ്. ബാക്കി അയാൾ ലാവിഷായിട്ട് അയാളെ കുടുംബത്തിൻ്റെ കൂടെയും ബന്ധുക്കളെ കൂടെയൊക്കെ ആയിട്ട് സുഖസുന്ദരമായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറയണം, ഒരു ദിവസം മുഴുവനും മീൻ പിടിച്ചാൽ എന്താ, ഇഷ്ടം പോലെ മീൻ കിട്ടൂലേ? മീൻ വിറ്റാൽ കുറേ കാശ് കിട്ടൂലേ? കാശ് കിട്ടിയാൽ നിങ്ങൾക്ക് സ്വന്തമായൊരു ബോട്ട് തന്നെ വാങ്ങിക്കൂടെ? എന്നിട്ട് അതിൽ സ്വന്തമായ കുറേ ജോലിക്കാരൊക്കെ വെച്ച് നിങ്ങൾക്ക്
ഒരു വലിയ മുതലാളി ആയിക്കൂടെ? അപ്പോൾ ഇയാൾ ചോദിക്കുകയാണ്, ഞാനൊരു മുതലാളിയായിട്ട് എന്തിനാണ് സന്തോഷകരം, അപ്പം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാശായാൽ സന്തോഷകരമായി ജീവിച്ചൂടെ ഇയാൾ പറയണം. അപ്പോൾ ഇയാൾ പറയാം, എനിക്ക് ഇത്ര സന്തോഷം മതി, ഞാൻ ഇന്ന് അനുഭവിക്കുന്നത് ഭയങ്കര സന്തോഷമാണ്, എൻ്റെ കുടുംബത്തിൻ്റെ കൂടെയും കുട്ടികളുടെ കൂടെയൊക്കെ ചിലവഴിക്കാനൊക്കെ ഒരു സുന്ദരമായ കുഞ്ഞു ജീവിതം എനിക്കുണ്ട്, എനിക്ക് ഈ സന്തോഷം മതി. അപ്പോൾ ഈ അമേരിക്കൻ ഇയാൾ വലിയ MD ആണ്, ഏതോ കമ്പനീൻ്റെ, ഇയാൾക്ക് 24 മണിക്കൂർ ജോലി, തലവേദന എല്ലാം കൂടി ആയിട്ട് ഇയാളൊരു 5-6 ദിവസത്തെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഇയാളിങ്ങനെ ആലോചിക്കുക, ഇങ്ങനെ ഉണ്ടല്ലോ മനുഷ്യർ അല്ലേ, ഇങ്ങനെയുള്ള മനുഷ്യരും ഉണ്ടല്ലോ. അയാൾക്ക് മുമ്പിൽ ഈ നിസ്സാരനായ മീൻപിടുത്തക്കാരന് മുമ്പിൽ ഇയാൾ വലിയ കമ്പനിയുടെ ഒരു MD തോറ്റു പോവുകയാണ്. അപ്പോൾ എന്നതുപോലെ ലാളിത്യമായി ജീവിക്കാൻ നമുക്ക് കഴിയണം. പക്ഷേ ഈ ലാളിത്യം എല്ലാവരും മറ്റുള്ളവരെ നോക്കുകയും അതേപോലെ ആകാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഈ ലാളിത്യം നമുക്ക് എന്താവില്ല, ഒരിക്കലും മനസ്സിലാവില്ല. ലാളിത്യത്തോട് ജീവിക്കാൻ നമുക്ക് കഴിയില്ല. ഇതിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സമുദായങ്ങൾക്ക് ഇടപെടാം, മതങ്ങൾക്ക് ഇടപെടാം അല്ലേ. മതങ്ങൾ എങ്ങനെ ഇടപെടുക? ഇപ്പോൾ ഒരു വിഭാഗം പള്ളിയിലൊക്കെ ആളുകൾ ചെല്ലുമ്പോൾ അവർക്ക് ഉപദേശങ്ങൾ നൽകാം, ഇങ്ങനെ ജീവിക്കാവൂ. പക്ഷേ ഉപദേശങ്ങൾ കിട്ടാഞ്ഞിട്ടല്ല നമ്മൾ നന്നാവാത്തത് അല്ലേ. പക്ഷെ അങ്ങനെ ഒരു നിർബന്ധിതമായ ഉപദേശങ്ങൾ പള്ളി പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊരു പക്ഷേ ഉണ്ടായാൽ ജനങ്ങൾ ഈ ആർഭാടത്തിൽ നിന്നൊരു പക്ഷേ പിന്തിരിയും. അപ്പോൾ ഈ ആർഭാടത്തിനെ ഏറ്റവും കൂടുതൽ എതിർത്ത ഒരാളാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു പറയുന്നത് ആരാധന പോലും എന്താക്കണം, നിരാഡംബരമാക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു വിഷയം പറയുമ്പോൾ ആരാധനയെക്കുറിച്ച് ആലോചിച്ചാൽ നമ്മൾ അന്തം വിട്ടും അല്ലേ. ഏറ്റവും കൂടുതൽ കാശുള്ളത് ഹിന്ദു ക്ഷേത്രങ്ങളിലാണ്. എത്ര പൈസയാണ് ഇപ്പോൾ ഗുരുവായൂരമ്പലത്തിൽ, തിരുപ്പതി, തിരുപ്പതി ക്ഷേത്രം, ഇങ്ങനെ ഇഷ്ടം പോലെ ക്ഷേത്രങ്ങളുണ്ടല്ലേ. അപ്പോൾ നമുക്കറിയാം എന്താണ് തിരുവനന്തപുരത്തെ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ ഒരു നിലവറ തുറന്നപ്പോഴാണ് നമ്മൾ കണ്ടത് സ്വർണത്തിൻ്റെ ചെമ്പ്, സ്വർണത്തിൻ്റെ. അപ്പോൾ ഇങ്ങനെ ഇതൊന്നും ആവശ്യം എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, എന്താ അതൊക്കെ എത്ര പാവങ്ങളുണ്ടല്ലേ ആ തിരുവനന്തപുരത്ത് ആ ചേരിയിലൊക്കെ താമസിക്കുന്ന എത്ര ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കാം, എന്തൊക്കെ ചെയ്തു കൊടുക്കാം. പക്ഷെ ആരും എന്ത് ചെയ്യില്ല, അതിനൊന്നും തയ്യാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ദൂർത്തിൽ നിന്ന് ലളിതമായ രീതിയിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് കഴിയണം. അപ്പോൾ അതാണ് ഈ പാഠഭാഗത്തിൽ പ്രധാനമായും പറഞ്ഞത്. ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കൊരു അവ്യക്തത ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. ഒരാൾ 8 ആളെ കൊന്നു ആർഭാടമായി ജീവിക്കുന്നതിന് വേണ്ടി. പിന്നെ ഈ ആൾ നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. ഇത്തരം ക്രൂരകൃത്യങ്ങളിൽ നിന്ന് കേരളം മോചിതമാകണമെങ്കിൽ ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്കുള്ള ജീവിതത്തിലേക്ക്, ലളിത ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടതുണ്ട്. അപ്പോൾ ലളിത ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണമെങ്കിൽ നമ്മൾ നമ്മുടെ ചിന്തകളെ മാറ്റണം. ഈ ചിന്തകൾ മാറ്റാൻ ഒരു പക്ഷേ പള്ളി പോലുള്ള സ്ഥാപനങ്ങൾക്ക്, സമുദായങ്ങൾക്ക് ഒരു പക്ഷേ സാധിക്കും. ഈ സാധാരണക്കാരൻ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഉയർന്നവൻ്റെ പ്രവർത്തികൾ കണ്ട്, തന്നെക്കാൾ കാശുള്ളവൻ്റെ പ്രവർത്തികൾ കണ്ട് അത് അനുകരിക്കാൻ ശ്രമിക്കരുത്. ലാളിത്യത്തിൻ്റെ ഒരു ഊന്നുവടിയിൽ, എന്താ ഊന്നുവടി? താങ്ങുവടി. അപ്പോൾ ലാളിത്യത്തിൻ്റെ ഊന്നുവടി പറഞ്ഞാൽ എന്താ? ലളിതമായ ജീവിതം. ലാളിത്യത്തിൻ്റെ ഒരു ഊന്നുവടിയിൽ നിൽക്കാൻ സാധാരണക്കാരായ ആളുകൾ, പണം കുറവുള്ള ആളുകൾ തയ്യാറായാൽ ഈ ആഡംബരത്തിൽ നിന്നുണ്ടാകുന്ന ഇത്തരം ക്രൂരകൃത്യങ്ങൾ എന്ത് ചെയ്യും? ഇല്ലാതെയാകും. ഇതിൽ നമുക്ക് എന്തൊക്കെ പെടുത്താം? യാചനപ്പെടുത്താം അല്ലേ. അതേപോലെ തന്നെ വലിയ വലിയ മോഷണങ്ങൾ, ATM കൗണ്ടർ മോഷ്ടിച്ചു, അതേപോലെ ബാങ്ക് കുത്തിത്തുറന്നു, സ്വർണ്ണക്കടത്ത് വ്യാപാരം, ഹവാല, പിന്നെ കുഴൽപ്പണം, അങ്ങനെ ഓരോ സംഗതി നമ്മൾ എന്നും കേൾക്കണം. ഇതൊക്കെ ഇല്ലാതെയാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇത്തരം അവസ്ഥ ഇല്ലാതെ ലളിതമായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ് MN വിജയൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൽ കാര്യമായിട്ട് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് അവ്യക്തത ഉണ്ടായിട്ടുണ്ടോയെന്നറിയില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പാഠഭാഗം നന്നായി വായിച്ച് ഇതിൽ ടെക്സ്റ്റിലുള്ള ചോദ്യങ്ങൾക്ക് തന്നെ എന്ത് ചെയ്താൽ മതി? ഉത്തരം എഴുതിയാൽ മതി. ടെക്സ്റ്റിലൊരു 3 ചോദ്യങ്ങളേ ഉള്ളൂ. ആ 3 ചോദ്യങ്ങൾക്കും എന്ത് ചെയ്യും? വല്ല സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിച്ചാൽ മതി.
ഈ ടെക്സ്റ്റിലുള്ള 3 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതി എന്ത് ചെയ്യണം, എനിക്ക് അയച്ച് തരണം. പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ 3ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പടി, ഇനി നമുക്ക് 2 യൂണിറ്റ് കൂടെ തീർക്കാനുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, അല്പം സാവധാനത്തിൽ പോയാൽ മതി. ആകെ ഇനി ഒരു 6 പാഠങ്ങളാണുള്ളത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ നമ്മൾ ഒക്ടോബർ അല്ലേ ആയിട്ടുള്ളൂ, നവംബർ, ഡിസംബർ അല്ലേ, ജനുവരി, ഈ 3 മാസങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതിലൊരു 6 പാഠമാണ് ഇനി എന്ത് ചെയ്യാനുള്ളത്, തീർക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ സാവധാനം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് തന്ന വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കുക. പിന്നെ ഇതിലൊക്കെ ഈ ഒറ്റ വാക്ക് 2 വാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കുക. ഇപ്പോൾ ചില വാക്കുകൾ 2 വാക്കുണ്ട്, ഇച്ഛാശക്തി, ഇച്ഛയിൽ നിന്ന് ലഭിക്കുന്ന ശക്തി, അങ്ങനെ 2 ആക്കി നോക്കണം എപ്പോഴും. ഇങ്ങനെ പാഠം വായിക്കുമ്പോൾ എന്നെങ്കിലും നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലൊക്കെ പരീക്ഷയ്ക്ക് അങ്ങനെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ എന്ത് ചെയ്യണം, ആൻസർ എഴുതണമെങ്കിൽ ഇത് മുന്നേ നമ്മളിങ്ങനെ കുറേശ്ശെ പരിശീലിക്കണം. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ഫോണിലായതുകൊണ്ട് അതിനൊരു പരിധി ഉണ്ടല്ലോ, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, പരമാവധി പാഠം വായിച്ചിട്ട് ഒറ്റ വാക്കും 2 വാക്കും പിരിച്ചെഴുതാനും ചേർത്തെഴുതാനും 2 വാക്യങ്ങളും ഒറ്റ വാക്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ള എല്ലാ ആൻസറിനും ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യുക, വിളിച്ച് ചോദിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, ലാളിത്യത്തിൽ നിന്ന് ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക്, എല്ലാവർക്കും ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക് വരാനുള്ള ഒരു മനസ്സ് ഉണ്ടാവട്ടെ. നിങ്ങൾ പുതിയ തലമുറയാണ്, നിങ്ങളെപ്പോലുള്ളവരാണ് എന്ത് ചെയ്യേണ്ടത്, ഇത്തരം പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടത്. മറ്റുള്ളവരെ സഹായിച്ചും സഹകരിച്ചും കഴിയാൻ നമുക്കെന്നും സാധിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ ലാംഗ്വേജ് പഠിക്കുന്നതിൻ്റെ ഒരു സന്ദേശം തന്നെ ഇത് മാത്രമാണ്. അത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും.